ഹലോ എവറി വൺ. സോ എനിക്ക് 2-3 ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം ഈ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻഡോ കിട്ടിയ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് എൻഡോഡോണ്ടിക്സിൻ്റെ PG എടുത്ത സമയത്ത് എത്രത്തോളം ക്യാഷ് എന്താ പറയുക ചിലവായി എന്നുള്ളത്. സോ ഞാനത് മൊത്തം കണ്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൺസൾട്ടേഷൻ ബാഗാണ്. സോ ഇതിൽ നമ്മൾ PG സമയത്ത് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഉണ്ടാവില്ല. PG കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഞാൻ എപ്പോഴും ഇങ്ങനെ കളിയായിട്ട് പറയും, ലക്ഷക്കണക്കിന് രൂപയുടെ മുതലായിരിക്കുന്നത്. സോ നമുക്ക് കൺസൾട്ടേഷൻ യൂസ് ചെയ്ത സാധനങ്ങൾ ഇതേപോലെ ഒരു ബാസ്ക്കറ്റിലും കൂടി ഇരിപ്പുണ്ട്. അത് വെറുതെ കാണിച്ച് പേടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ കാണിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തില്ലാത്ത സാധനങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് നിന്ന് കാണിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദിസ് 1.75 lakh ബാക്ക് ഇൻ 2022 അന്ന് വാങ്ങിച്ചതാണ്. This is dental loop. And എൻ്റെ ലൂപ്പ് ഇത് അഡ്മാടെക്കിൻ്റെ ആട്ടോ. അഡ്മാടെക് ലൂപ്പാണ്. ദ ബെസ്റ്റ് ലൂപ്പ് ഐ ഹാവ് എവർ ട്രൈഡ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് സോ ഫാർ ഇറ്റ്സ് ദ ബെസ്റ്റ്. ഇത് ആക്ച്വലി എൻ്റെ ലൂപ്പിന് ചെറിയ പ്രശ്നം വന്നിട്ട് ഞാനിത് റിപ്പയറിന് കൊടുത്തേക്കും. ആൻഡ് ഇറ്റ് ഇസ് സ്റ്റക്ക് സംവെയർ ഇൻ ഇസ്രയേൽ പോയിട്ടാണ് അത് വരുന്നത്. സോ ആ സമയത്ത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്ന ഡെമോ മോഡലാണിത്. വെരി സ്വീറ്റ്. സൂരജ് മെഡസ്റ്റ, താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് ഇതാണ് അതിൻ്റെ ചാർജിങ് പോഡ്. ആൻഡ് ഇതേപോലെ ബാറ്ററീസ് ഉണ്ടാവും 3 ദെൻ വി ഹാവ് ദിസ് ലൈറ്റിംഗ്, എന്നിട്ട് പിന്നെ ചാർജർ ആൻഡ് എവറിത്തിങ്. സോ ദിസ് ഇസ് ദ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഐ മെയ്ഡ് ഡ്യൂറിങ് മൈ PG ടൈം. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഹാവ് എവർ മെയ്ഡ് എന്ന് പറയാം. ബിക്കോസ് സ്റ്റിൽ ഐ എം യൂസിങ് ദിസ് ആൻഡ് ആക്ച്വലി ദിസ് ഇസ് എ ലൈഫ് സേവർ. നമ്മൾ എൻഡോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻസൈഡ് ദ ടൂത്ത്. അപ്പോൾ ഇൻസൈഡ് ദ ടൂത്ത് നല്ല സൂപ്പറായിട്ട് കാണാനും നമ്മളുടെ വർക്കിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ബെറ്റർ ആക്കാനും ദിസ് ഹെൽപ്സ് എ ലോട്ട്. സോ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് യു ഗൈസ് ടു ഇൻവെസ്റ്റ് യുവർ മണി ഓൺ എ ഗുഡ് ലൂപ്പ്. അഡ്മാടെക്കിന് മാത്രമല്ല കുറേ ലൂപ്സ് അവൈലബിൾ ആണ്, ലൈക്ക് ലോവർ റേഞ്ചിലുള്ളത്, അതും യൂസ് ചെയ്യാം. ബട്ട് ഐ ഓൾവേസ് പ്രിഫർ അഡ്മാടെക് എനിവേസ് ബിക്കോസ് ഐ ഹാവ് ബോട്ട് ഇറ്റ്. അതുകൊണ്ട് ഓക്കെ, ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കാസ്കറ്റ് ആട്ടോ, സ്റ്റെറിലൈസേഷൻ കാസ്കറ്റ്. അതൊന്നും പുറത്തെടുക്കുന്നില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ല, നാളെ പോയി ഞാൻ സ്റ്റെറിലൈസ് ചെയ്തോളാം കോളേജിൽ പോയിട്ട്. സോ ഇത് LMRCയുടെ സോളോ ആൻറ്റീരിയർ സോളോ പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ GDCയുടെ ആവാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സ് മൗത്ത് മിറർ, പ്രോബ്, എക്സ്പ്ലോറർ, അതൊരു 3-4 സെറ്റെങ്കിലും മേടിക്കണം. മിനിമം 5 സെറ്റെങ്കിലും മേടിക്കുക. ഓക്കെ, എനിവേസ് ഇത് GDCയുടെ കോമ്പോസിറ്റ് സെറ്റാണ്. Then okay, next important box. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് പറയാം. Another important and very useful thing I have ever bought is actually you have to buy this. ഇതെന്താണെന്ന് വെച്ചാൽ 18th ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ എൻഡോ മോട്ടറാണ്. നോർമലി നമ്മൾ റൂട്ട് കനാൽ കൈവച്ചിട്ടാണ് മാനുവലി ചെയ്യുന്നത്, ബട്ട് ടൈം കൺസ്യൂമിങ്. സോ യു ബെറ്റർ ഗോ ഫോർ എ എൻഡോ മോട്ടർ. ബെറ്റർ ഗോ ഫോർ യു ഹാവ് ടു ഗോ ഫോർ എൻ എൻഡോ മോട്ടർ. ഇതിനകത്താണ് നമ്മൾ ഫയൽസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഫയൽ ഞാൻ അല്ലാതെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഡെന്റൽ ഫയൽസ്, അത് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും പറയില്ല കേട്ടോ. 3 times യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്കാർഡ് ചെയ്യണം. ആൻഡ് ഏറ്റവും കൂടുതൽ ക്യാഷ് ചിലവാകുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സോ ദിസ് ഇസ് 25,000. ഓക്കെ, ദെൻ I have this Sonic Ultra Activator. നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ചില സമയത്ത് ഇറിഗേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതാണ് സോണിക് ആക്ടിവേറ്റർ ഫ്രം ഡോണ്ടിക്സ്. 6,000. ഇത് കുറച്ച് വാല്യൂ ആയി. ദിസ് ഇസ് അൾട്രാസോണിക് ആക്ടിവേറ്റർ ഫ്രം വാൽഡൻ. ദിസ് ഇസ് ഓൾസോ ഗുഡ്. ഇതിൻ്റെ ഹൈ എൻഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 18th ഉണ്ട്, വുഡ് പെക്കറിൻ്റെ ഉണ്ട്, ബട്ട് ദിസ് ഇസ് ഗുഡ് ആക്ച്വലി. നമ്മളുടെ ഈ ഒരു സമയത്ത് ഇത് തന്നെ മതിയാവും. ദിസ് ഇസ് 10,000. ദെൻ ദിസ് ഇസ് ഓൾസോ എ ലൈഫ് സേവർ. ഇത് വുഡ് പെക്കറിൻ്റെ ഹീറ്റ് പ്ലഗറാണ്. നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് നമ്മൾ എക്സസ് കട്ടപ്പച്ച റിമൂവ് ചെയ്യില്ലേ, അതിന് നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുക, ലൈക്ക് ലൈറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം ദിസ് വാസ് എ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ബെസ്റ്റ് എന്നല്ല, ദിസ് വാസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദിസ് ഇസ് അറൌണ്ട് 10,000. പിന്നെ എൻഡോഡോണ്ടിസ്റ്റുകളെല്ലാം പ്രോസ്റ്റഡോണ്ടിസ്റ്റിലാണെങ്കിലും കൺസർവേറ്റ് എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് NSKയുടെ. ഞാൻ NSK മേടിച്ചത് ബിക്കോസ് അവരുടെ സർവീസ് നല്ലതാണ്. ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് അറൌണ്ട് 10,000. ദിസ് ഇസ് മൈ സെക്കൻഡ് ചക്ക്, 500. ആൻഡ് ദിസ് ഇസ് കോൾഡ് എൻഡോഡോണ്ടിക് ഫയൽസ്. ഞാൻ യൂസ് ചെയ്യുന്ന ഹാനോഡേറ്റഡ് ഫയൽസ് ആണ്. കട്ടിങ് എഫിഷ്യൻസി കമ്പാരിറ്റീവ്ലി
ഓക്കെ ബട്ട് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ലൈക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകില്ല. സോഫാർ പൊട്ടിപ്പോയിട്ടില്ല. സോ ദിസ് ഇസ് നൈസ്. ഹാനോഡൻറ്റ്. എക്സ്ക്യൂസ് മീ. ദിസ് ഇസ് അനദർ തിങ്. സച്ച് എ ക്യൂട്ട് ലിറ്റിൽ തിങ് അല്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ അറിയോ, ഇത് നമ്മുടെ അപ്പെക്സ് ലൊക്കേറ്റർ ആണ്. അപ്പെക്സ് ലൊക്കേറ്റർ നോർമലി ചങ്കി സാധനമാണ് കിട്ടുന്നത്. ബട്ട് ദിസ് ഇസ് വെരി ക്യൂട്ട് ആൻഡ് വെരി യൂസ്ഫുൾ. ഇത് 18th തന്നെ എയർ അപ്പെക്സ് ആണ്. ആൻഡ് ദിസ് ഇസ് അറൌണ്ട് 15,000. സോ ദാറ്റ്സ് ദാറ്റ്. പിന്നെ ഈ പൗച്ചിൽ എന്താ നോക്കാം. ഈ പൗച്ചിൽ എൻ്റെ കുറേ മെറ്റീരിയൽസുകളാണ്. ഇത് പാൽഫിക്കിൻ്റെ ഒരു കോമ്പോസിറ്റ് ആണ്. ഫ്ലോബിൾ 3,500, ഒരെണ്ണത്തിന് 3,500. സോ ഇതിലും ലോ എൻഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഐവോ ക്ലാറിൻ്റെ ടെട്രിക് ആൻഡ് സെറാം, ഐവോ ക്ലാറിൻ്റെ ടി എക്കണോം ഒക്കെ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കോമ്പോസിറ്റ് ബോണ്ടിങ് ഏജൻറ്റ്, എച്ചൻറ്റ്, അങ്ങനെ. ഇത് അങ്ങനെ ബ്രഷസ് ഒക്കെ നമ്മൾ കോമ്പോസിറ്റ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രഷസ് ഉണ്ട്. ദെൻ ഇത് അറിയായിരിക്കും നിങ്ങൾക്ക്, നമ്മൾ ടോഫിൽ മെയർ റിട്ടൈനർ പോലെയുള്ള ഫിലാഡൻറ്റിൻ്റെ റിട്ടൈനറാണ്. ദിസ് ഇസ് ഓൾസോ ലൈഫ് സേവർ. ഭയങ്കര ഈസിയാണ്. ബർസെറ്റ്. ദിസ് ഇസ് എൻഡോറിങ്. നമ്മൾ സ്കെയിലിന് പകരം യൂസ് ചെയ്യുന്ന സാധനമാണ് എൻഡോറിങ്. ദാറ്റ് ഇസ് ഓൾസോ എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആൻഡ് ബർ ബ്ലോക്ക് ബേഴ്സ്. ഇതാണ് ഫയലോട് ഫയൽ. ഇഷ്ടംപോലെ ഫയൽസ് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ബോക്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു 15,000 റുപ്പീസിൻ്റെ അടുത്തുള്ള ഫയൽസ് ഇതിനകത്തുണ്ട്. ഇത് റോട്ടറി ഫയൽസ് മാത്രം കേട്ടോ. പിന്നെ നമ്മുടെ GP കോൺ 350 ഒക്കെ ഉള്ളൂ. ഒരു ബോക്സിൽ 350. അങ്ങനെ ഡിഫറെൻറ്റ് സൈസസിലെ GP കോൺ. കോമ്പോസിറ്റിൻ്റെ അത് എൻ്റെ സീനിയർ തന്നതാണ്. മിറർ, മൗത്ത് മിറർ, റിലാക്സിൻ്റെ മൗത്ത് മിററാണ്. കുറച്ചും കൂടെ കാണാൻ ഭയങ്കര ലൈക്ക് നമുക്ക് വിസിബിലിറ്റി കൂടുതലായിരിക്കും മൗത്ത് മിറേഴ്സ്. ഓൾസോ ഇൻവെസ്റ്റ് ഓൺ എ ഗുഡ് മൗത്ത് മിറർ. ആക്ച്വലി നമ്മൾ ആക്ച്വലി കണ്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് ഇസ് ഡിഫറെൻറ്റ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റീൽ മിററിനെക്കാളും ഇതേപോലെ റിലാക്സ് മിററൊക്കെ ഒരു 10 റിലാക്സ് മിറർ മേടിച്ച് വെച്ചാൽ മതി. നിങ്ങൾക്കൊരു 1 year 1.5 years യൂസ് ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് വൈപ്പൊക്കെ ചെയ്ത് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ മതി. അങ്ങനെയല്ല സ്റ്റെറിലൈസ് ചെയ്ത ഫയൽസ്. ഇത് പിന്നെ അക്വാലൻസ് ആണ്, ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഇത് RCTക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന GP സോൾവെൻറ്റ്. സോ ഇത്രയാണ് കൺസൾട്ടേഷൻ ബാഗ് എന്ന് പറഞ്ഞാൽ കൊണ്ട് നൽകിയ ബാഗിലുള്ളത്. ഈ ബാഗ് ആക്ച്വലി ഒരു കോൺഫറൻസിന് പോയപ്പോൾ കിട്ടിയത് കേട്ടോ. ISCD കൊൽക്കത്ത. സൂപ്പർ ബാഗ്, എല്ലാ കമ്പാർട്ട്മെൻറ്റ്സും നൈസ് കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് കൺസൾട്ടേഷൻ ബാഗിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. ബട്ട് ഉടനെ ഞാൻ ഒരു കൺസൾട്ടേഷൻ ബാഗ് മേടിക്കണം. ദിസ് ഇസ് നൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻ ബാഗ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉള്ള ഇതെല്ലാം കഴിഞ്ഞു. ഇനി മറ്റേതും കൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇസ് നൈട്രൈൽ ഗ്ലൗ. ചില സമയത്ത് എനിക്ക് മറ്റേ ഗ്ലൗ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു ഇഷ്ടപ്പെടാറില്ല, ഒരു പൗഡർ ഗ്ലൗ. അതുകൊണ്ട് ഞാൻ നൈട്രൈൽ ഗ്ലൗ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് എന്തെങ്കിലും കൂടെ ഫ്രീ കിട്ടിയ ബോക്സാണ്. ഇത് കോമ്പോസിറ്റിൻ്റെ പോളിഷിംഗ് കിറ്റാണ്. മറ്റേ ഹൈഫൈ കമ്പനീസ് ഒന്നുമല്ല, നോർമൽ കമ്പനീസിൽ വർക്ക് ചെയ്യും. ഹൈഫൈ കമ്പനീസ് വെച്ചാൽ കുറച്ച് നാളുടെ ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ അതിനൊക്കെ നല്ല വിലയാണ്. സോ ദിസ് വിൽ ഡു. പിന്നെ പ്ലാസ്റ്റിക് വെഡ്ജസ്. എല്ലാവരും കൂടെ വാങ്ങിച്ച ട്രേ സെറ്റ്. ഇത് ആക്ച്വലി നമ്മൾ എൻ്റെ ബാച്ച് പേസ് എല്ലാം കൂടെ മേടിച്ച് അവരെന്നെ കാണുമ്പോൾ കൊല്ലും. കാണാതെ പോയ സാധനം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. EDTA liquid leak-ആയി വാഷണം. Again another composite polishing kit by Shofu. This is also good. Shofu, it's a nice company. Then എൻ്റെ ചീത്തയായ എയർ റോട്ടേഴ്സ്. പിന്നെ അത് ആർട്ടിക്കുലേറ്റിംഗ് പേപ്പേഴ്സ്, അങ്ങനെ കുറച്ച് അൽക്കുൽ സാധനങ്ങൾ. ഇതിലെന്താ നേരത്തെ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, റോട്ടറി ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞു. അതേപോലെ ഡിഫറെൻറ്റ് സൈസിലെ ഹാൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇത് ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ കോളേജിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈൻ. ബട്ട് ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവും. ഞാൻ ഗവൺമെൻറ് കോളേജിലാണ്, അപ്പോൾ ഒബ്വിയസ്ലി സ്റ്റോക്ക് ഔട്ട് ആവും. സോ പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സോ വി ഹാവ് ടു ബൈ. വി ഡു ബൈ. ഇത് ആക്ച്വലി ക്വാളിറ്റിയുള്ള ആൾ വന്ന സമയത്തില്ലേ പുള്ളി എനിക്ക് തന്നത്. അത് ആക്ച്വലി ഇൻട്രാ കനാൽ സെക്ഷനാണ്. ബട്ട് അത് അറ്റാച്ച് ചെയ്യാനുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈസിയാണ്. പിന്നെന്താ, ഇതും കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ്.
അമാൽഗം കാരിയർ, സ്റ്റെറിലൈസ്ഡ് അല്ല. പിന്നെ പണ്ട് ഞാൻ കുറേ GDCയുടെ അനാവശ്യമായിട്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. വേണ്ട, നിങ്ങൾക്ക് കോമ്പോസിറ്റിന് വേണ്ടിയിട്ടൊരു ഇൻസ്ട്രുമെന്റ് പർച്ചേസ് ചെയ്യണം, കുറച്ച് ക്യാഷ് ചിലവാക്കാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ LMRTയുടെ സോളോ ആൻറ്റീരിയർ, സോളോ പോസ്റ്റീരിയർ ആൻഡ് ഒരെണ്ണം കൂടെ ഉണ്ട് സ്കൾപ്റ്റ, അതും നല്ലതാണ്. ആ 3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ലതാണ്. പിന്നെ ആൻറ്റീരിയർ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് ബ്രഷസ്. അതും യു ക്യാൻ യൂസ് ലൈക്ക് നമ്മുടെ ഫാബ്രിക് കാസ്റ്റലിൻ്റെയോ അല്ലെങ്കിൽ ക്യാമലിൻ്റെയോ ബ്രഷസും യൂസ് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ ഓരോന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് വേണം വരാനായിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ അറിയോ, ഇത് ആക്ച്വലി പോസ്റ്റ് അതിൻ്റെ കൂടെ നമ്മൾ പോസ്റ്റ് ആൻഡ് കോറിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമെൻറ്റ് കിട്ടും, അതിൻ്റെ കൂടെ കിട്ടിയ സാധനമാണിത്. സോ അത് ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ജസ്റ്റ് എ ജോബ്, സോ വൈ നോട്ട്. ഇത് നേരത്തെ കാണിച്ച് അൾട്രാസോണിക്കിൻ്റെ ടിപ്സ് 2 എണ്ണം ബാക്കി. സോ അങ്ങനെ ഈ ബോക്സ് ഓവർ, നെക്സ്റ്റ് ബോക്സ്. ഇതിനകത്ത് യൂസ് ചെയ്യാത്തൊരു സാധനമുണ്ട്, ബയോക്ലിയറിൻ്റെ ആൻറ്റീരിയർ. ഇത് യൂസ് ചെയ്യണം. ഇത് കുറേ ആയി വാങ്ങിച്ചു വെച്ചേക്കാം, കുറച്ച് കാശ് ചിലവാക്കി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഓഫർ എന്തോ ആയിരുന്നു, 3000, 2400 അങ്ങനെ. ദെൻ നിറയെ കുറേ ചക്കുകൾ, ചീത്തയായ ചക്കുകൾ, ബർ. ഇത് മൗത്ത് മിററിൻ്റെ ഹാൻഡിൽ ഇഷ്ടമായി. മൗത്ത് മിറർ ബട്ട് ഓക്കെ, യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ അത്രേ ഉള്ളൂ. നമ്മുടെ എയർപെക്സിൻ്റെ ക്യൂട്ട് ബോക്സ് നമ്മൾ നേരത്തെ കണ്ട സോണിക് കിട്ടിയത്. അത് ആക്ച്വലി 6000 ആണെങ്കിൽ നമുക്ക് ഇത്രയും ടിപ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. ദാറ്റ് ഇസ് ഗുഡ്. പിന്നെ നേരത്തെ കാണിച്ച മെട്രിക്സിൻ്റെ വേറൊരു ഫോം, സെക്ഷണൽ മെട്രിക്സ്. നേരത്തെ കാണിച്ച സാലറി മെട്രിക്സ് ആയിരുന്നു. അതൊക്കെ നിങ്ങൾ. പിന്നെ അനദർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെന്താ അറിയോ, നമ്മൾ റബ്ബർ ഡാമിന് യൂസ് ചെയ്യുന്ന ക്ലാംപ്സ് ആണ്. പിന്നെ അത് ചില ക്ലാമ്പുകൾ 950 വർത്ത് ക്ലാംപ്സ് ഉണ്ട്, ചില ക്ലാമ്പുകൾ 1500 rupees വർത്ത് ക്ലാംപ്സ് ഉണ്ട്. സോ ഡിപ്പെൻസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് KSKയുടെ ക്ലാംപ്സ് ആണ്. ആൻഡ് അത് നന്നായിട്ട് ഡ്യൂറബിൾ ആണ്, കുറേ നാൾ നിൽക്കും. സോ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ബൈ KSK ക്ലാംപ്സ്. നോട്ട് പെയ്ഡ് പ്രൊമോഷൻ ഗൈസ്, KSK ക്ലാംപ്സ് ആർ നൈസ്. ഇത് നമ്മുടെ എയർപെക്സിൻ്റെ ചാർജർ, അങ്ങനെ കുറേ ചാർജേഴ്സൊക്കെ, കുറേ സാധനങ്ങളുണ്ട്. ഞാനൊരു ഹോർഡറാണ് വിചാരിക്കുന്നത് ഗൈസ്. എനിക്ക് NSKയുടെ കിട്ടിയ എയർപെക്സ് സ്പ്രേ. ദെൻ അനദർ ഇൻവെസ്റ്റ്മെൻറ്റ് തിങ് ഇസ് ദിസ് റബ്ബർ ഡാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുക്കണം. റബ്ബർ ഡാമിലാണ് നമ്മൾ റൂട്ട് കനാൽ ചെയ്യേണ്ടത്. തുടക്കത്തിൽ തന്നെ റബ്ബർ ഡാം ഇടാൻ പഠിച്ചോ? ഓക്കെ, ഓക്കെ. റബ്ബർ ഡാം എൻ്റെ കയ്യിൽ കുറേ കളർഫുൾ റബ്ബർ ഡാംസ് ഉണ്ടായിരുന്നേ. സി ദിസ് ഇസ് റിലാക്സ് മിററിൻ്റെ ബോക്സ് അല്ല ഇത്, വേറൊരു കമ്പനിയുടെ ബോക്സ് ആണ്. അതിനകത്ത് 1 2 3 ഇപ്പോഴും എൻ്റെ 5 റിലാക്സ് മിറർ ഉണ്ട്. ആൻഡ് 1 more മിറർ ഐ വിൽ ഷോ യു ഗൈസ്. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് കാലിബ്രേഷൻ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് എന്ത് തപ്പി പോകണ്ട, തപ്പി പോകണ്ട. കൊള്ളാം, യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ക്ലിനിക്കിൽ, ഇപ്പം നമ്മൾ ഇവിടെ കോളേജിൽ വർക്ക് ചെയ്യല്ലേ, അപ്പം ഞാൻ മൗത്ത് മിറർ അവിടെ നിന്ന് എടുക്കാം. അൽക്കുൽത്ത് ഓൾസോ അൽക്കുൽത്ത്. ഇത് വന്നിട്ട് റിട്രാക്ഷൻ ബോർഡ് ആൻഡ് വൈറ്റ് ബ്ലോക്ക് വരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഐ ഹാവ് സോ മെനി, എല്ലാം പൊടി പിടിച്ചിരിക്കുക. സോ മെനി റിട്രാക്ടേഴ്സ്. നമ്മൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ബ്ലാക്ക് ഇസ് ഗുഡ്, ദെൻ ദിസ് വൺ ഇസ് ഗുഡ്. ഇതൊക്കെ നല്ലതാണ്. ആൻഡ് ഓൾസോ ഓപ്റ്റർ സെക്ഷണൽ റിട്രാക്ട്, അത് നല്ലതാണ്. റബ്ബർ ഡാമിൻ്റെ ഫോർസെപ്സ് ആൻഡ് റബ്ബർ ഡാമിൻ്റെ ഫ്രെയിം. പിന്നെ ഇത് എല്ലാ സാധനങ്ങളുടെയും ചാർജേഴ്സ്, നല്ല ഇലക്ട്രിസിറ്റി ചിലവാണ്. ഓക്കെ, അങ്ങനെ എൻ്റെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ എത്തിച്ച എല്ലാ സാധനങ്ങളും പറഞ്ഞു. അപ്പം എൻ്റെ ഈ ബാഗിൻ്റെ മൊത്തത്തിലൊരു 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഈ ബാഗിലുണ്ട്. ആൻഡ് അതിനേക്കാൾ അത്രേ ഉള്ളൂ, വിലപിടിപ്പ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. എനിവേസ്, സോ ദിസ് വാസ് എ വെരി റാൻഡം ആൻഡ് ക്വിക്ക് വീഡിയോ. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം കൗൺസിലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും എൻഡോ എടുക്കണോ ഓർത്തോ എടുക്കണോ എന്നൊക്കെ വിചാരിച്ച് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. സോ എൻഡോഡോണ്ടിക് സ്പീച്ച് എടുക്കുന്ന ആൾക്കാർ മിനിമം ഒരു നല്ല ലൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ലൊരു എയറോട്ടർ, ദെൻ നല്ലൊരു എൻഡോ മോട്ടർ, ഓൾസോ നൈസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മൗത്ത് മിറർ. ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോമ്പോസിറ്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LMRTയുടെ സ്കൾപ്റ്റ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. സ്കൾപ്റ്റ, സോളോ ആൻറ്റീരിയർ ആൻഡ് സോളോ പോസ്റ്റീരിയർ, ഇതൊക്കെ എനിക്ക് വർക്കായിട്ടുള്ള സാധനങ്ങളാട്ടോ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആ ഒരു കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതാ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളതെന്ന്. ആൻഡ് ഓൾസോ ഒരു നല്ല ബ്രഷും കണ്ടുപിടിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റീരിയർ കോമ്പോസിറ്റ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും.
മെയിനായിട്ട് നമുക്ക് വേണ്ട ഫയൽസ് പ്രോ ടേപ്പർ, പിന്നെ ഹൈ ഫ്ലെക്സ്, അങ്ങനത്തെ ഫയൽസ് ആണ്. പ്രോ ടേപ്പർ ആണ് മെയിനായിട്ടും നിങ്ങൾക്ക് പഠിക്കാനും യൂസ് ചെയ്യാനും പറയാറ്, ബട്ട് വെരി കോസ്റ്റ്ലി. സോ ഒരു സെറ്റ് വാങ്ങിച്ചോളൂ. ബാക്കി നമ്മുടെ റുട്ടീൻ കേസസിന് യു ക്യാൻ യൂസ് ഏതർ ഒറിഗാമിൻ്റെ നിയോൻറ്റോ ഉണ്ട്. നിയോൻറ്റോയുടെ ഫയൽസ് നല്ലതാണ്, നല്ല കട്ടിങ് എഫിഷ്യൻസി ആണ്, ബട്ട് പെട്ടെന്ന് പൊട്ടും. ഒരു 3 കേസസിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. സോ അതൊക്കെ നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ച് നിങ്ങളുടെ കോളേജിൽ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യാം. Seniors will be there to help you guys, so don't worry about that. So see you in my next video. Bye. I hope you find this video useful. Bye.